തിരുവനന്തപുരം നന്ദിയോട് കൃഷിഭവൻ പരിധിയിലെ പ്രദേശവാസിനികളായ ഒരു കൂട്ടം വീട്ടമ്മമാരുടെ സജീവ സാന്നിധ്യമറിയിക്കുന്ന ജൈവകൃഷി കൂട്ടായ്മയാണ് അമ്മമുറം പദ്ധതി. പ്രകൃതിയുടെ പ്രതീകമായ അമ്മ നൽകിയ ജൈവമുറം നിറയെ വിശ്വാസം വിളയിച്ചെടുത്ത കരുതലിന്റെ കരുത്തായ എല്ലാത്തരം പച്ചക്കറി വിളകളും വാരിക്കൂട്ടുന്ന സ്വാശ്രയ ഗ്രാമം. വീട്ടുമുറ്റത്തും ടെറസുകളിലും മുറമറിഞ്ഞ് നട്ടുവളർത്തുന്ന പച്ചക്കറികളെ ആവശ്യാനുസരണം പറിച്ചെടുത്ത് പാകം ചെയ്ത് അമ്മയുടെ കൈകൾ കൊണ്ട് കുട്ടികൾക്ക് വിളമ്പുന്ന അവസരത്തിൽ അവർ ആസ്വദിക്കുന്ന വൈകാരിക രുചിഭേദങ്ങൾ സാമൂഹ്യ പ്രതിബദ്ധതയുടെ സജ്ഞയായും മാറുന്നു. സംഘടിതമായ അമ്മമുറത്തിന് അറിവ് പകരുന്ന ശക്തി കേന്ദ്രമാണ് കൃഷിഭവൻ. വെറും അടുക്കളത്തോട്ട കൃഷിയുടെ നായകന്മാരായ വീട്ടമ്മമാർക്ക് യഥേഷ്ടം സംഘടിക്കുവാനും ആശയവിനിമയം നടത്തുവാനും പുതിയ കമ്പോളതന്ത്രങ്ങൾ കയ്യിലൊതുക്കുവാനും വേദിയൊരുക്കുന്നത് കൂടാതെ വിത്ത്, വളം, തൈകൾ, പച്ചക്കറി ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവ പരസ്പരം കൈമാറ്റം നടത്താനും സഹായിക്കുന്നു ഈ ഉദ്യമം. അമ്മക്കൂട്ടം ഒരുക്കുന്ന ജീവനുള്ള ചന്തകളിൽ ഉത്ഭവിക്കുന്ന നൂതന കമ്പോളതന്ത്രങ്ങൾ പഠിക്കുന്നതോടൊപ്പം അമിത ലാഭം കൊയ്യുന്ന ഇതര സംസ്ഥാന പച്ചക്കറി വിൽപ്പനയെ പിന്നിലാക്കി മൈക്രോ ലെവൽ പച്ചക്കറി ചന്ത എന്ന ആശയത്തെ വികസിപ്പിക്കുന്നത് വഴി യഥാർത്ഥ കച്ചവടക്കാർ അമ്മമാർ മാത്രമായി ചുരുങ്ങുകയാണിവിടെ. അമ്മമാരുടെ പച്ചക്കറി ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേക ക്വാളിറ്റി ടെസ്റ്റ് ആവശ്യമില്ലാത്തതിനാൽ ഇടത്തട്ടുകാരായ പച്ചക്കറി ദല്ലാളന്മാരെ അകറ്റി നിർത്തുവാനും സാധിക്കുന്നു. മറന്നുപോയ പുരാതന കൃഷിസങ്കല്പങ്ങളെ മാടി വിളിച്ച് നഷ്ടപ്പെട്ട കാർഷിക സ്മൃതികളെ വീണ്ടെടുത്തുകൊണ്ടുള്ള പഠന പദ്ധതികളാണ് വിദ്യാലയങ്ങൾ നൽകേണ്ടത്. നമുക്ക് ചുറ്റും വളരുന്ന അവഗണിക്കപ്പെട്ട പല ചെടികളെക്കുറിച്ചും അവയുടെ ഭക്ഷണയോഗ്യതയെയും ഔഷധമേന്മയെയും കുറിച്ച് കൃഷി ഉദ്യോഗസ്ഥർ അംഗങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. മുൻ തലമുറയുടെ ഭക്ഷണവസ്തുക്കളായ അഗസ്തിയില, വാഴക്കൂമ്പ്, ചേമ്പിൻതട, കരിഞ്ചേമ്പിൻതട തീയൽ, കുപ്പച്ചീര, പരിപ്പ് കീര, മുരിങ്ങയില, മത്തനില, മരച്ചീനിയില തുടങ്ങിയ അനേകം സസ്യശ്രേഷ്ഠതകളെക്കുറിച്ച് അറിവുകൾ വെളിപാടുകളാകുന്നു. ഇതുപോലെ ശ്രദ്ധിക്കപ്പെടാത്ത ഇലകളെയും ചെടികളെയും കണ്ടെത്തുന്ന ഒരു പുതു കാർഷിക സംസ്കാരം കൂടി അമ്മമാർ കുട്ടികൾക്ക് പറഞ്ഞുകൊടുക്കുന്നതോടെ അമ്മമുറം പകരുന്ന രുചിഭേദങ്ങൾക്കപ്പുറം വാണിജ്യാടിസ്ഥാനത്തിൽ ഇത്തരം ഇലകളെയും ചെടികളെയും എങ്ങനെ വിപണന രംഗത്ത് എത്തിക്കാമെന്ന ചിന്തയും ഉണരുന്നു. അടുക്കള പച്ചക്കറിത്തോട്ടത്തിന്റെ പിന്നാമ്പുറ കാഴ്ചകളിൽ പലതും നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന പഴമക്കാരുടെ കലർപ്പില്ലാത്ത കൃഷി സിദ്ധാന്തങ്ങൾ തന്നെയാണ്. ചിത്ര ടീച്ചർ എന്ന മലയാളം അധ്യാപിക തന്റെ വിദ്യാർത്ഥികൾക്ക് പറഞ്ഞുകൊടുക്കുന്നത് കവിതാരചനയിലെ സർഗാത്മകത പോലെയാണ് കാർഷിക സംസ്കാരത്തെ ആസ്വദിക്കേണ്ടത് എന്നാണ്. നാം നിത്യോപയോഗത്തിന് ശേഷം വലിച്ചെറിയുന്ന പാഴ്വസ്തുക്കളെയും ഉപയോഗശൂന്യമായ ഗൃഹോപകരണങ്ങളെയും പ്രയോജനപ്പെടുത്തി പെട്ടികളും ചട്ടികളും ഗ്രോ ബാഗുകളും ഉണ്ടാക്കി സൗകര്യം കുറഞ്ഞ സ്ഥലങ്ങളിലും ടെറസുകളിലും കൃഷി ചെയ്യുന്ന വിദ്യ വേറിട്ട ഒരു കൃഷിരീതിക്ക് വഴിതെളിക്കുന്നു. പഴയ ബെഡുകൾ, കുപ്പികൾ, കപ്പുകൾ, ടയറുകൾ, കമ്പ്യൂട്ടറിന്റെയും ഫ്രിഡ്ജിന്റെയും വിവിധ ഭാഗങ്ങളിലാകെ പച്ചക്കറി ചെടികളും അലങ്കാര സസ്യങ്ങളും പുഷ്പങ്ങളും തഴച്ചു വളർന്നു നിൽക്കുന്നു. നീർവാർച്ചയ്ക്കും ജലസേചനത്തിനും പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. സുരക്ഷിത വലകളാൽ ചുറ്റും മൂടിയിട്ടുള്ളതുകൊണ്ട് പക്ഷിവർഗങ്ങളൊന്നും ശല്യം ചെയ്യാറില്ല. മാത്രമല്ല, ചെടികൾക്ക് കാറ്റും വെളിച്ചവും വേണ്ടുവോളം ലഭിക്കുന്നു. വളവും മരുന്നും കൃത്യമായി നൽകുന്നുണ്ടെങ്കിലും രോഗകീടബാധകൾ ഇത്തരം ടെറസ് ചെടികളെ ബാധിക്കാറില്ലെന്ന് ചിത്ര ടീച്ചർ പറയുന്നു. ജൈവവളമായി
ചുറ്റുപാടു നിന്നും ലഭിക്കുന്ന വീട്ടുമാലിന്യങ്ങളും അഴുകിയ ഇലകൾ, പച്ചക്കറി വേസ്റ്റുകൾ, മത്സ്യമാലിന്യങ്ങൾ എന്നിവ നൽകി വരുന്നു. വില കൂടിയ വളങ്ങളോ രാസവളങ്ങളോ വാങ്ങി ഉപയോഗിക്കാറില്ല. മറ്റൊരു വളം തേയിലക്കൊത്ത്, മുട്ടത്തോട്, പഴത്തൊലി എന്നിവ മിക്സിയിൽ നന്നായി അടിച്ച് കഞ്ഞിവെള്ളത്തിൽ കലക്കി 3 ദിവസം വെച്ച് പുളിപ്പിച്ചതിനു ശേഷം ഓരോ കപ്പ് മിശ്രിതം ഓരോ ചെടിക്കും ഒഴിച്ചുകൊടുക്കുന്നു. ഇത് വളരെ പ്രയോജനമുള്ള ഒരു വളക്കൂട്ടാണെന്ന് ടീച്ചർ പറയുന്നു. സ്ഥലപരിമിതിയെ ഒട്ടും ബാധിക്കാതെ ചെയ്യുന്ന ടെറസ് കൃഷികൾക്ക് വെള്ളവും മണ്ണും കുറച്ചു മതിയാകും. പരിപാലനത്തിനും വിളവെടുക്കുന്നതിനും വളരെ എളുപ്പം. തന്റെ വീട്ടിലെ ആവശ്യങ്ങൾക്കുള്ള പച്ചക്കറികൾ നിത്യവും ടീച്ചർ ടെറസ് തോട്ടത്തിൽ നിന്നും പറിക്കുന്നു. ഇത് വാണിജ്യാടിസ്ഥാനത്തിലുള്ള കൃഷി അല്ലാത്തതുകൊണ്ട് പച്ചക്കറികൾ പുറത്തു കൊടുക്കാറില്ല. തന്റെ 1800 സ്ക്വയർ ഫീറ്റ് ടെറസിൽ അണുവിമുക്തമായ സുരക്ഷിത ഭക്ഷണവസ്തുക്കളുടെ ഉൽപാദനവും സംരക്ഷണവും മനസ്സിന് സംതൃപ്തി നൽകുന്നു. ചിലവില്ലാതെ കൃഷി നടത്തുന്ന രീതിയിലുള്ള തന്റെ അടുക്കളത്തോട്ടത്തിന്റെ അനുകരണീയ മാതൃകയെ വിദ്യാർത്ഥികൾ വേണ്ട വിധത്തിൽ ഉൾക്കൊള്ളുകയും അവരുടെ കണ്ണുകളിൽ കൗതുകം വിടരുന്നതും ശ്രദ്ധാവിഷയമായി. ഇത്തരം കൃഷി അനുഭവങ്ങൾ വിദ്യാർത്ഥികൾക്ക് സ്വന്തം വീട്ടിലും വിദ്യാലയങ്ങളിലും നടപ്പാക്കുന്നതിനുള്ള സാമർഥ്യവും വിശ്വാസവും ചിത്ര ടീച്ചറുടെ അടുക്കളത്തോട്ടത്തിൽ നിന്നും ലഭിക്കുകയുണ്ടായി. മുട്ടത്തോടിൽ മുളപ്പിച്ച മുളക്, വഴുതന, പച്ചക്കറി തൈകളും പഴയ ബെഡുകളിൽ മുളപ്പിച്ച പലതരം തൈകളും ബക്കറ്റുകൾ, ചാക്കുകൾ എന്നിവയിൽ നട്ടുവളർത്തിയ അനേകം മലക്കറിച്ചെടികൾ എന്നിവ നഗരങ്ങളിലും ഫ്ളാറ്റുകളിലും താമസിക്കുന്നവർക്ക് സൗകര്യപൂർവ്വം കൃഷി ചെയ്യാൻ പറ്റിയ രീതിയാണ്. മെത്തയ്ക്കകത്ത് നമുക്ക് എന്ത് പച്ചക്കറി വേണമെന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഈ മെത്തയ്ക്കകത്ത് ചോളമുണ്ട്, സലാഡ് വെള്ളരിയുണ്ട്, കുമ്പളമുണ്ട്, വഴുതനയുണ്ട്, കത്തിരിയുണ്ട്, ചീര തന്നെ 2-3 വെറൈറ്റി ചീരയുണ്ട്, പിന്നെ കോളിഫ്ലവറുണ്ട്, പച്ചമുളകുണ്ട്. ഇതെല്ലാം ഈ ഒറ്റ മെത്തയ്ക്കകത്ത് ചെയ്തിരിക്കുകയാണ്. നമുക്കിതുപോലെ ഏത് പച്ചക്കറി വേണമെങ്കിലും ഒരുമിച്ച് ഇതുപോലെ നടാം. അങ്ങനെ ഒരുമിച്ച് നമ്മൾ നടുമ്പോൾ ഉള്ള പ്രത്യേകത എന്ന് വെച്ചാൽ വളവും ലാഭം, അവർക്കൊരു മത്സര ബുദ്ധിയോടെ അവർ വളർന്നു വരുന്നതാണ്. അപ്പോൾ കുറച്ച് സ്ഥലത്ത് ഒരു വീടിന് ആവശ്യമായിട്ടുള്ള ഒട്ടുമുക്കാൽ പച്ചക്കറിയും ഒരു മെത്തയ്ക്കകത്തുനിന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഏതു പരിതസ്ഥിതിയിൽ ജീവിച്ചാലും കൃഷി ഒരു പ്രശ്നമല്ല എന്ന് തെളിയിക്കുകയാണ് ചിത്ര ടീച്ചർ. ഇവയെ കൂടാതെ പെരുംജീരകം, തുമ്പ, ഇലന്തക്ക, സർവ്വസുഗന്ധി, പുതിന എന്നിവയും ടീച്ചറിന്റെ തോട്ടത്തിൽ സല്ലപിക്കുന്നത് കാണാം. പച്ചക്കറി വിളകളുടെ ഒട്ടുമുക്കാൽ ഇനങ്ങളായ ചീനി, അമര, പയർ, ചേമ്പ്, കത്തിരി, കോവൽ, കുറ്റിക്കുരുമുളക്, കറിവേപ്പ്, ചോളം, ശീതകാല പച്ചക്കറികളായ ക്യാബേജ്, കോളിഫ്ലവർ, ബ്രോക്കോളി സമൃദ്ധിയോടെ വളർന്നു നിൽക്കുന്നു. അല്പസ്ഥലത്ത് അനേകം സസ്യങ്ങൾ ഒരുമിച്ച് നട്ടുവളർത്തുകയും ഒരുമിച്ച് വിളവെടുക്കുകയും ചെയ്യുന്ന രീതിക്ക് പ്രത്യേകതയുണ്ട്. പ്രകൃതിയിൽ നിന്നും ലഭിക്കുന്നതെന്തും പാഴാക്കാതെ വീണ്ടും ഉപയോഗിക്കാമെന്ന പ്രചരണ തന്ത്രത്തിലൂടെയാണ് അമ്മമുറത്തിനാവശ്യമായ പച്ചക്കറികൾ ഇവിടെ ഉൽപ്പാദിപ്പിച്ചു വരുന്നത്. ഇളവട്ടം BRMHSലെ കുട്ടികളായ ഇവര് കൃഷിശാസ്ത്ര കോൺഗ്രസ്സിൽ വേറിട്ട കൃഷിക്ക് 1ാം സമ്മാനം നേടിയവരാണ്. സ്കൂളിലുള്ള ഈ കുട്ടികളുടെ അടങ്ങുന്ന 50 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഞങ്ങളുടെ സ്കൂളിലുണ്ട്. ഈ കുട്ടികൾക്കെല്ലാം ഇതുപോലെ പാഴ്വസ്തുവിൽ കുറച്ച് മണ്ണും കുറച്ച് വെള്ളവും ഉപയോഗിച്ച് ഇതുപോലുള്ള കൃഷി ചെയ്യാനുള്ള രീതികളൊക്കെ അറിയാം. പിന്നെ ഈ ടെറസിൽ നമ്മുടെ നാട്ടിൻപുറത്ത് കാണുന്നതല്ലാതെ സ്ട്രോബെറി പേര, പാലച്ചീര, പിന്നെ ദമാം എന്ന് പറഞ്ഞൊരു തരം വെള്ളരി, പെരിഞ്ചീരകം, ബ്രൊക്കോളി, കോളിഫ്ലവർ തുടങ്ങിയവയും നട്ടിട്ടുണ്ട്. മധുര തുളസി, വിക്സ് തുളസി തുടങ്ങിയവയൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഔഷധ സസ്യങ്ങളെക്കുറിച്ചും അറിയാം, ഇതുപോലുള്ള പച്ചക്കറികളെക്കുറിച്ച്, അല്ലെങ്കിൽ ഒരുമിച്ച് എങ്ങനെ കൃഷി ചെയ്യാം, കുറച്ച് പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് എങ്ങനെ കൃഷി ചെയ്യാം, ഇതെല്ലാം ഈ കുട്ടികൾക്കും അറിയാവുന്നതാണ്. എരിവെയിലിൽ പൊരിയുന്ന ചൂടൽ ഗ്രാമത്തിൽ അടുക്കളത്തോട്ടത്തിന്റെ അമരക്കാരിയായ വീട്ടമ്മയാണ് ശ്യാമളാദേവി. അനുകൂലമല്ലാത്ത കാലാവസ്ഥയിലും അമ്മമുറത്തിന്റെ മറ്റംഗങ്ങളായ ഗീതയും ഉഷാകുമാരിയും ഒത്തുചേർന്ന് പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടത്തുകയാണ്. മുറം നിറയെ
മുളക്, വഴുതന, കത്തിരിക്ക, കുരുമുളക്, പയർ, പൈനാപ്പിൾ തുടങ്ങിയ പച്ചക്കറികൾ പറിച്ചുകൂട്ടുകയാണ് ഈ സൗഹൃദ കർഷകകൾ. തന്റെ 2.5 ഏക്കർ പുരയിടത്തിൽ വീട്ടാവശ്യത്തിനും വാണിജ്യാടിസ്ഥാനത്തിലുമായി ശ്യാമളാദേവി നട്ടുവളർത്തിയ പലതരം ഫലവൃക്ഷങ്ങളും പച്ചക്കറികളും കുരുമുളക്, വാഴ, ജാതിക്ക, ചേന, ചേമ്പ്, വെറ്റിലക്കൊടികളും കൃഷിത്തോട്ടത്തിലെ മണിമുത്തുകളായി അമ്മമുറത്തിന്റെ വരവും കാത്തു നിൽക്കുകയാണ്. ജലസേചനത്തിനായി ചുവട്ടിലൂടെ ഒഴുകുന്ന നദിയുണ്ടെങ്കിലും കൊടിയ വരൾച്ചക്കാലത്ത് കോരി നനിയും ഹോസ് നനിയുമാണ് ചെടികളുടെ ദാഹം തീർക്കുന്നത്. കൂട്ടായ പ്രവർത്തനത്തിന് നിദാനമായ ഉത്തരവാദിത്തം വെറും വാക്കുകളിൽ ഒതുങ്ങാതെ പകലന്തിയോളം തങ്ങളുടെ തോട്ടങ്ങളിൽ പണിയെടുത്ത് മറ്റുള്ളവർക്കു വേണ്ടി സുരക്ഷിത ഭക്ഷണം ഒരുക്കുന്ന പാവങ്ങളായ കർഷക സ്ത്രീകളുടെ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ വിലയും വിപണിയും നേടിയെടുക്കാൻ നന്ദിയോട് കൃഷിഭവൻ രംഗത്തുണ്ട്. എല്ലാ വീട്ടമ്മമാർക്കും ഇത്തരത്തിലുള്ള അമ്മമുറം പദ്ധതി പ്രചോദനവും പ്രചരണായുധവുമായി കഴിഞ്ഞിരിക്കുന്നതിനാൽ നാട്ടുപച്ചക്കറികൾക്ക് നല്ല വിലയും നാട്ടുകാർക്കിടയിൽ ആരോഗ്യവും ഐശ്വര്യവും വർദ്ധിപ്പിച്ചിരിക്കുന്നു. വിഷരഹിതമായ പച്ചക്കറി ഉൽപ്പാദിപ്പിച്ച് കൃഷിഭവൻ മുഖാന്തരമുള്ള അമ്മക്കൂട്ടം പദ്ധതിയിൽ നമ്മൾ പ്രദർശിപ്പിക്കുകയും കുട്ടികൾക്കും മുതിർന്നവർക്കും മാതൃക കാട്ടി കൊടുക്കുകയും വിറ്റഴിക്കുകയും നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാരകമായ അസുഖത്തിൽ നിന്നും നമുക്ക് മുക്തി നേടാനും ജൈവ പച്ചക്കറി കൃഷി ചെയ്ത് നമുക്ക് രോഗത്തിൽ നിന്നും മുക്തി നേടാൻ സാധിക്കും. ഇത് മറ്റുള്ളവരും മാതൃകയാക്കിക്കൊണ്ട് ജൈവ കൃഷി മുന്നോട്ട് വരണമെന്ന് ഉള്ളതാണ് നമ്മുടെ അമ്മമുറം പദ്ധതിയുടെ ഉദ്ദേശം. നിർബന്ധമായും രാസവളപ്രയോഗം ഒഴിവാക്കിക്കൊണ്ടുള്ള ശ്യാമളാദേവിയുടെ ചെടികൾക്ക് ചകിരിച്ചോറും പൈനാപ്പിൾ വേസ്റ്റും അഴുകിയ ഇലകളും ചാണകവും കോഴിക്കാട്ടവും കൂട്ടിക്കലർത്തിയ മിശ്രിതം വളമായി നൽകി വരുന്നു. രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനായി വിളകൾക്ക് പുകയിലച്ചാർ, സോപ്പ് വെള്ളം, വെളുത്തുള്ളി, വേപ്പെണ്ണ, ആവണക്കെണ്ണ, പശുവിൻ മൂത്രം എന്നിവ കൊണ്ടുള്ള മിശ്രിതം തളിക്കുന്നു. രോഗകീടബാധയും ചെടിയുടെ ആരോഗ്യ പ്രശ്നങ്ങളും കൂടുതലുള്ള ഈ പ്രദേശത്ത് കർഷകരുടെ പേടി സ്വപ്നം കാട്ടുപന്നികളും മയിലുകളുമാണ്. മുതിർന്ന കർഷകനായ ബാലകൃഷ്ണൻ നായർ മേൽനോട്ടം വഹിക്കുന്ന കൃഷിക്കൂട്ടായ്മയുടെ അമ്മമുറം പദ്ധതി സുരക്ഷിത ദിശകളിലേക്ക് സഞ്ചാരം തുടരുന്നു. ആധുനിക പാചക ഉപകരണങ്ങളായ LP ഗ്യാസിനും വൈദ്യുതി സ്റ്റൗകൾക്കുമിടയിൽ കഴിഞ്ഞ കാലത്തെ തിരികെ വിളിച്ചുകൊണ്ട് കൂടുതൽ അമ്മ അടുക്കളകൾ ഉണ്ടാകുന്നതോടെ മൺകലത്തിലെ പാചകവും വിറകടുപ്പുകളും നാടൻ പാചകശീലങ്ങളും അമ്മിക്കല്ലിലെ അരവും ഗുണമേന്മ ചോരാത്ത കഞ്ഞിവെള്ളവും ഫാം ടൂറിസം കൊതിക്കുന്ന വിനോദസഞ്ചാരികൾക്ക് പുതിയൊരു ആകർഷണ അനുഭവം പ്രദാനം ചെയ്യുന്നു. അമ്മ അടുക്കളകൾ സജീവമാകുന്നതോടെ അവിടെ തുടങ്ങുകയാണ് കൂട്ടായ്മയുടെയും ബന്ധങ്ങളുടെയും പരസ്പര വിശ്വാസത്തിന്റെയും നവീന ശീലങ്ങൾ. അമ്മമുറം പദ്ധതിയുടെ ആണിക്കല്ലായ ഗീതയുടെ വാക്കുകൾ പോലെ സുദൃഢവും സംഘടിതവുമാകുന്നു കാർഷിക രംഗത്തുള്ള സ്ത്രീകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കൽ. നന്ദിയോട് കൃഷിഭവൻ്റെ കീഴിലുള്ള ജൈവ കൃഷി ചെയ്യുന്ന ഒരു കൂട്ടം അമ്മമാരുടെ ഒരു സംഘടനയാണ് അമ്മമുറം എന്ന് പറയുന്നത്. ഇതിൽ എന്തെങ്കിലും പ്രത്യേക സന്ദർഭങ്ങളിൽ നമ്മൾ പ്രദർശനത്തിനായി അമ്മമുറം വെക്കാറുണ്ട്. ഇതിൽ ഓരോ അമ്മമാരും അവരവരുടെ വീട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ പച്ചക്കറികളും കൂട്ടിവെച്ച് പ്രദർശിപ്പിക്കുന്നു. ഇതിലൂടെ മറ്റുള്ളവരും ഇത് കണ്ട് ഒരു മാതൃകയാക്കി പച്ചക്കറി കൃഷി ചെയ്ത് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ പ്രവർത്തനം ചെയ്യുന്നത്. ഇതിലൂടെ ഒരു സ്കൂൾ കുട്ടികളും മറ്റുള്ളവരും അവരുടെ വീട്ടിൽ ചെന്ന് മറ്റമ്മമാരെ കൂടെ ഇത് പറഞ്ഞ് പ്രേരിപ്പിക്കുകയും അവരും ഇതിലൂടെ ഭാഗമാകുകയും ചെയ്ത് ഒരുപാട് പച്ചക്കറികൾ നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ഈ പച്ചക്കറിയിലൂടെയാണ് മാരകമായ രോഗങ്ങളും മറ്റും സാധാരണയായി നമ്മുടെ നാട്ടിൽ ഉണ്ടാകാറുള്ളത്. അതിനൊരു പ്രതിവിധി എന്ന രീതിയിലാണ് നമ്മൾ ഈ അമ്മമുറം കൂട്ടായ്മ സംഘടിപ്പിച്ചിരിക്കുന്നത്. നാട്ടിലെവിടെയും ജൈവ ഭക്ഷണമൊരുക്കി വിരുന്നൊരുക്കുന്ന പണിയും ഗീതയും സംഘവും ഏറ്റെടുത്ത് നടത്തിവരുന്നു.
3 ഏക്കറോളം പച്ചക്കറിത്തോട്ടം സ്വന്തമായുള്ള ഗീതയും കൂട്ടുകാരും അമ്മമുറത്തിന്റെ അഭിവൃദ്ധിക്കായി ലക്ഷ്യം തെറ്റാതെ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചു വരുന്നു. അമ്മ കൃഷി ചെയ്ത്, അമ്മ പറിച്ച്, അമ്മ നേരിട്ട് വിളമ്പുന്ന ഒരു ജീവസംസ്കാരത്തിന്റെ മനോജ്ഞ സങ്കല്പമായ അമ്മമുറം സൗഹൃദ പദ്ധതി ഏത് ദേശക്കാർക്കും അനുകരിക്കാവുന്ന ഒന്നാണ്. സ്ത്രീ ശാക്തീകരണത്തിന്റെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജൈവകൃഷി പരമ്പരയിലെ ഉൽപാദനം, ഉപയോഗം, വിപണനം എന്നിവ ലക്ഷ്യമാക്കിയുള്ള പുതുജീവന സംസ്കാരത്തിന്റെ നാട്ടുപാതകൾ വെട്ടിത്തുറന്ന് കരുത്തുള്ള കാര്യപരിപാടിയാക്കി മാറ്റുകയാണ് നന്ദിയോട് കൃഷിഭവന്റെ അമ്മമുറം പദ്ധതി. यूरिया का स्वदेशी उत्पादन 17 लाख टन बढ़ाने के लिए 10 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अपनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा, बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിള ഇൻഷുറൻസ് ചരിത്രം കുറിച്ച് കൃഷിവകുപ്പ്. ക്ഷീരോൽപ്പന്ന നിർമ്മാണത്തിൽ പരിശീലനം. ഹോർട്ടിക്കൾച്ചർ പദ്ധതിക്ക് പ്രോജക്റ്റുകൾ ക്ഷണിക്കുന്നു. വിശദമായ കാർഷിക വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് 1995 മുതൽ നിലവിലുണ്ടായിരുന്ന വിള ഇൻഷുറൻസ് പദ്ധതിയിൽ പ്രീമിയം തുക 10 ഇരട്ടി വരെ വർദ്ധിപ്പിച്ച് കർഷകർക്ക് ആശ്വാസ നടപടിയുമായി കൃഷിവകുപ്പ് ചരിത്രം കുറിക്കുന്നു. ഇതനുസരിച്ച് നെല്ലിന് ഹെക്ടറിന് 30,000 രൂപയെ ഉയർത്തി. പച്ചക്കറികൾക്ക് പന്തലില്ലാത്തവയ്ക്ക് ഹെക്ടറിന് 25,000 രൂപയും പന്തലുള്ളവയ്ക്ക് ഹെക്ടറിന് 40,000 രൂപയും പരിരക്ഷ ലഭിക്കും. കൂടാതെ തെങ്ങ്, വാഴ, അടയ്ക്ക, റബ്ബർ, കുരുമുളക്, കശുമാവ്, കിഴങ്ങുവിളകൾ, ഏലം, കൊക്കോ തുടങ്ങിയ 25ഓളം വിളകൾക്കാണ് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നത്. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠന കേന്ദ്രം സെന്റർ ഫോർ ഇ ലേണിംഗ്, ജൈവകൃഷി, സസ്യപ്രജനനവും നഴ്സറി പരിപാലനവും, പഴം പച്ചക്കറി സംസ്കരണവും വിപണനവും എന്നീ ഓൺലൈൻ വിദൂര പഠന സർട്ടിഫിക്കറ്റ് കോഴ്സുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. 6 മാസം ദൈർഘ്യമുള്ള കോഴ്സിന് 50% മാർക്കോടുകൂടി 10ാം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാം. നിലവിൽ ജോലി ചെയ്യുന്നവർ, മറ്റു കോഴ്സുകൾ പഠിക്കുന്നവർ, മറ്റ് രാജ്യത്തുള്ളവർ എന്നിവർക്കും കോഴ്സിന് ചേരാവുന്നതാണ്. വിശദ വിവരങ്ങൾക്ക് 048724386567 എന്ന നമ്പറിൽ വിളിക്കുക. വെറ്ററിനറി സർവകലാശാലയുടെ കീഴിലുള്ള കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി പുളിപ്പിക്കലിലൂടെ മൂല്യവർധന എന്ന ആശയത്തെ അടിസ്ഥാനമാക്കി യോഗർട്ട്, തൈര്, പാൽക്കട്ടി, പനീർ, മോര്, ലസ്സി തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിൽ 2 ആഴ്ചത്തെ പരിശീലനം സംഘടിപ്പിക്കുന്നു. ഗ്രാമീണ വികസനത്തിന് ജൈവ സാങ്കേതികവിദ്യ എന്ന പദ്ധതി പ്രകാരം നടത്തുന്ന പരിശീലനത്തിൽ സ്വയം സഹായ സംഘങ്ങളിലെ ഗുണഭോക്താക്കളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രായോഗിക അധിഷ്ഠിത പരിശീലനം ഈ മാസം 21 മുതൽ മെയ് 5 വരെയാണ് നടത്തുക.
രജിസ്ട്രേഷനും വിശദവിവരങ്ങൾക്കും ബന്ധപ്പെടേണ്ട വിലാസം: പ്രിൻസിപ്പൽ, ഇൻവെസ്റ്റിഗേറ്റർ, ബയോടെക്നോളജി ഇന്നവേഷൻ ഫോർ റൂറൽ ഡെവലപ്മെന്റ് പ്രോജക്ട്, കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി, പൂക്കോട്, വയനാട്. ഫോൺ നമ്പർ 9744975460. സംസ്ഥാനത്തെ മുഴുവൻ കർഷകർക്കും ആവശ്യമായ യൂറിയ സംബന്ധിച്ച് കൃഷിവകുപ്പ് നൽകുന്ന പ്രതിമാസ കണക്കനുസരിച്ച് അംഗീകൃത വിതരണക്കാർ വഴി വിൽപ്പനയ്ക്കെത്തിയിരിക്കുന്ന യൂറിയയുടെ വിതരണത്തിലും വിൽപ്പനയിലും ക്രമക്കേട് നടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ അവശ്യവസ്തു ചട്ടം 1955 പ്രകാരം സബ്സിഡി നിരക്കിൽ വിൽപ്പനയ്ക്ക് നൽകുന്ന യൂറിയയുടെ ദുരുപയോഗം ശിക്ഷാർഹമാണ്. ഇത് കണ്ടെത്തിയാൽ ബന്ധപ്പെട്ട വിതരണക്കാരുടെയും വിൽപ്പനക്കാരുടെയും രജിസ്ട്രേഷൻ റദ്ദാക്കുകയും ശിക്ഷാ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് കൃഷിവകുപ്പ് ഡയറക്ടർ അറിയിക്കുന്നു. ആലപ്പുഴ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഈ മാസം 22-ാം തീയതി ശാസ്ത്രീയ പാൽക്കോൺ കൃഷി എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. പരിശീലന ഫീസ് 300 രൂപയാണ്. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 25 പേർക്കാണ് പരിശീലനം. വിശദ വിവരങ്ങൾക്ക് 047924499268 എന്ന നമ്പറിൽ വിളിക്കുക. വിത്ത് മുതൽ വിപണി വരെയുള്ള ഹോർട്ടിക്കൾച്ചർ മേഖലയുടെ സമഗ്ര വികസനത്തിനായി സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന മിഷൻ ഫോർ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് ഹോർട്ടിക്കൾച്ചർ പദ്ധതികൾക്ക് പ്രോജക്റ്റുകൾ ക്ഷണിക്കുന്നു. കർഷകർ, കർഷക കൂട്ടായ്മകൾ, കർഷക ഉൽപാദന സംരംഭങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സഹകരണ സംഘങ്ങൾ, രജിസ്റ്റേർഡ് സൊസൈറ്റികൾ എന്നിവർക്ക് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷനുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 047123305856. മറ്റൊരു നമ്പർ 047123305867. ഇനി കമ്പോള വില നിലവാരം. വെളിച്ചെണ്ണ കൊച്ചിയിൽ 12,800 രൂപ, കോഴിക്കോട് 14,300 രൂപ, തൃശൂരിൽ 12,900 രൂപ. കൊപ്ര കൊച്ചിയിൽ 8,630 രൂപ, കോഴിക്കോട് 9,050 രൂപ, തൃശൂരിൽ 8,755 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 58,000 രൂപ, ഗാർബിൾഡ് 61,000 രൂപ. ചുക്ക് മീഡിയം 12,250 രൂപ, ബെസ്റ്റ് 13,250 രൂപ. മഞ്ഞൾ സേലത്ത് 9,200 രൂപ, ഈറോഡിൽ 9,600 രൂപ. അടയ്ക്ക 20,000-നും 21,000-നും മധ്യേ. കൊച്ചിയിൽ റബ്ബർ 5ാം ഗ്രേഡ് 13,500 രൂപ, 4ാം ഗ്രേഡ് 13,800 രൂപ. കോട്ടയത്ത് റബ്ബർ 5ാം ഗ്രേഡ് 13,500 രൂപ, 4ാം ഗ്രേഡ് 13,800 രൂപ. കമ്പോള നിലവാരം കൊച്ചി മാർക്കറ്റിൽ. വെളിച്ചെണ്ണ 12,800 രൂപ, കൊപ്ര 8,630 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,300 രൂപ, റോട്ടറി 2,700 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 58,000 രൂപ, ഗാർബിൾഡ് 61,000 രൂപ. ചുക്ക് മീഡിയം 12,250 രൂപ, ബെസ്റ്റ് 13,250 രൂപ. മഞ്ഞൾ നാടൻ 11,500 രൂപ. അടയ്ക്ക പുതിയത് 20,000-നും 21,000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ 200-നും 275-നും മധ്യേ. തൊണ്ടില്ലാത്തത് 400-നും 520-നും മധ്യേ. ജാതിപത്രി 500-നും 650-നും മധ്യേ. ഗ്രാമ്പൂ 700 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് 13,500 രൂപ, 4ാം ഗ്രേഡ് 13,800 രൂപ. ഒട്ടുപാൽ 9,000 രൂപ, ലാറ്റക്സ് 9,400 രൂപ. കമ്പോള അവലോകനം. വിദേശത്ത് റബ്ബർ വില വീണ്ടും ദുർബലമായത് ആഭ്യന്തര വ്യവസായികളെ ഷീറ്റ് സംഭരണത്തിൽ നിന്നും പിന്തിരിപ്പിച്ചു. മുഖ്യ വിപണികളിൽ ചരക്കിന്റെ ലഭ്യത കുറഞ്ഞിട്ടും 4ാം ഗ്രേഡ് റബ്ബറിന് 200 രൂപ ഇടിഞ്ഞത് 13,800 രൂപ രേഖപ്പെടുത്തി. 3 ദിവസത്തിനിടയിൽ 700 രൂപയാണ് 1 ക്വിന്റൽ റബ്ബറിന് നഷ്ടമായത്. വിദേശത്തു നിന്നും ഉത്തരേന്ത്യയിൽ നിന്നുമുള്ള ആവശ്യക്കാരുടെ അഭാവം കുരുമുളകിനെ തളർത്തി. അൺഗാർബിൾഡ് കുരുമുളക് കിലോ 580 രൂപ രേഖപ്പെടുത്തി. കർണാടകത്തിൽ നിന്നുള്ള ചരക്ക് നീക്കം ശക്തമാണ്. വിഷു, ഈസ്റ്റർ ആഘോഷങ്ങൾക്ക് ശേഷം ആദ്യമായി മലബാർ മേഖലയിൽ വെളിച്ചെണ്ണ വില ഇന്ന് താഴ്ന്നു. പ്രാദേശിക ആവശ്യം ചുരുങ്ങിയതാണ് എണ്ണയ്ക്ക് തിരിച്ചടിയായത്. കൊപ്രയ്ക്ക് വ്യാവസായിക ഡിമാൻഡ് മങ്ങി. വണ്ടൻമേട്ടിൽ ഏലക്ക വില താഴ്ന്നു. മികച്ച ഇനങ്ങൾക്ക് കിലോ 1,176 രൂപയും ശരാശരി ഇനങ്ങൾ കിലോ 901 രൂപയും കുറഞ്ഞു.
മൊത്തം 48,416 കിലോ ഏലക്ക ലേലം കൊണ്ടു. ഇനി കാലാവസ്ഥ. പ്രധാന നഗരങ്ങളിൽ രേഖപ്പെടുത്തിയ താപനില: കണ്ണൂർ കൂടിയ താപനില 35.7 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 28.1 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 35.5 28. കൊച്ചി 34.4 26.7. ആലപ്പുഴ 35.1 28. പുനലൂർ 34.5 24.5. തിരുവനന്തപുരം കൂടിയ താപനില 34.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.2 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.